കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രികർ നേരിടുന്നത് കടുത്ത വിവേചനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം. ഇതിൽ കള്ളക്കളിയുണ്ടോ എന്ന് കേരള സമൂഹം സംശയിക്കുന്നുണ്ടെന്നും PMA സലാം പറഞ്ഞു. കേരളത്തിലെ മറ്റു വിമാനത്താവളത്തേക്കാൾ 80,000 രൂപയാണ് കരിപ്പൂരിൽ നിന്നും അമിതമായി ഈടാക്കുന്നത്. ടെൻഡർ സ്വീകരിച്ചപ്പോൾ ഒരു കമ്പനി മാത്രം കൊട്ടേഷൻ നൽകുന്നതിന് ഇടപെടലുണ്ടായിരിക്കാമെന്നും അങ്ങനെയെങ്കിൽ അത് പരിശോധിക്കണമെന്നും റീടെൻഡർ നടത്തണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു. ഹജ്ജ് യാത്രക്ക് വിമാന സർവീസിന് പ്രത്യേക ഫെയറാണ്. കാരണം ചാർട്ടേഡ് വിമാനങ്ങളാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അതിൽ യാത്രക്കാരുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേക ഫെയറാണ്, സമ്മതിക്കാം. ഇപ്പോൾ ഉംറ യാത്രികരെ കേരളത്തിൽ നിന്ന് സ്വകാര്യ ടൂർ ഗ്രൂപ്പ്സ് ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. ജിദ്ദയിലേക്കും തിരിച്ചും ചാർജ് ടിക്കറ്റിന് ഈടാക്കുന്നത് 35,000-36,000 രൂപയാണ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ ഹജ്ജ് വിമാന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിമാനം കാലിയായി തിരിച്ചു വരണം, ചാർട്ടേഡ് ഫ്ലൈറ്റ്. അതുകൊണ്ട് രണ്ട് ഭാഗത്തേക്കുള്ള ചാർജ് എടുത്താൽ പോലും 70,000 രൂപക്ക് നടത്താവുന്ന കാര്യമാണ്. കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ ഈ ചാർജ് വാങ്ങുന്നുള്ളൂ. കണ്ണൂരായിരുന്നാലും കൊച്ചി ആയിരുന്നാലും 80,000 രൂപയാണ് ഹജ്ജ് തീർത്ഥാടകരുടെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. എന്നാൽ കരിപ്പൂർ എത്തുമ്പോൾ 1,65,000 രൂപയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ കുറ്റം പറഞ്ഞ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കുക, ഹജ്ജ് തീർത്ഥാടകരെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, വലിയ സാമ്പത്തിക ലാഭം, ഇങ്ങനെ ബഹുമുഖ ദുശ്ചിന്തകളാണ് ഇത്തരം നടപടിക്ക് പിന്നിലെന്നും ഇതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നും ശക്തമായ ജനകീയ പ്രതിഷേധത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്നും PMA സലാം പറഞ്ഞു. CCN മലപ്പുറം.